ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇസുവിന് കാത് കുത്താൻ പോകുക കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ഒരുപാട് ജ്വല്ലറിയിൽ, ഞാനിവിടെ ജോയ ലുക്കാസിലൊക്കെ വിളിച്ച് നോക്കി, മലബാറിലൊക്കെ വിളിച്ച് നോക്കി. ഇവിടെ ലണ്ടനിൽ അവർ ജ്വല്ലറിയിലൊന്നും കുട്ടികൾക്ക് കാത് കുത്തത്തില്ല. അപ്പോൾ ഫൈനലി ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഓതറൈസ്ഡ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ കാത് ഇയർ പീസിങ് ആയാലും നോസ് പിന്നെ എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി കിഡ്സിന് അതിൻ്റെ ലൈസൻസ് വേണം. അപ്പോൾ ഞാൻ ഫൈനലി ഒരിടത്ത് കണ്ടുപിടിച്ച് ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങളത് ഇപ്പോൾ എത്ര മണിയായി? നമ്മുടെ അപ്പോയിൻമെൻ്റ് ഒരു 7:30 ആണ്. ഇപ്പോൾ എത്ര മണിയായി? 7:30 ആയി. കുഴപ്പമില്ല, 1/2 മണിക്കൂർ ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ ഇസുവിന് കുത്താൻ പോകുന്ന കമ്മൽ. ക്യൂട്ടല്ലേ? ഇത് ആക്ച്വലി റൌഫ് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. റൌഫ് ഷാനുവിൻ്റെ ബ്രദറാണ്. ഞാൻ കുറച്ച് നെർവസാണ് കേട്ടോ. കാത് കുത്തണം, കാതിൽ കമ്മലിടണം, ഐസുവിന് കാതിൽ കമ്മലൊക്കെ ഇട്ട് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഒരുപാട് നാളായിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ കാര്യത്തോടടുത്തപ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ടെൻസ്ഡ് ആണെന്ന് ചോദിച്ചാൽ ടെൻസ്ഡ് അല്ല, പക്ഷേ ഒരു നെർവസ്നെസ് ഉണ്ടല്ലോ. ആദ്യമായിട്ട് കാതിൽ ഇങ്ങനെ കുത്തു വീഴും, അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നും. എന്തായാലും നമുക്ക് നോക്കാം. ഇസു റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇസുവിൻ്റെ ഒരു ഉടുപ്പും കൂടെ ഇരിക്കണം. എന്നിട്ട് അപ്പം എങ്ങനെ ഷാനു നമ്മൾ പോവുമല്ലേ? അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഇങ്ങനൊരു കാതുകുത്തൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് ഇത്രയ്ക്ക് ട്വിസ്റ്റ് ആവുമെന്ന്. ഇറ്റ്സ് ടോട്ടലി ഡ്രമാറ്റിക് ആൻഡ് ഫൺ. ഇതിന് ഞങ്ങളുടെ കുഴപ്പമാണോ, ഇസുവിൻ്റെ കുഴപ്പമാണോ, അതോ ഷോപ്പിൽ അവരുടെ കുഴപ്പമാണോ എന്തോ. എന്തായാലും നിങ്ങൾ കണ്ടു വെക്കും. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഇഷു എവിടെ പോവാ? ബേബി ഗോയിങ്? എവിടെ പോവാ? എൻ്റെ ഇഷുമോള് ബ്രേവ് ഗേൾ ആട്ടോ. ബ്രേവ് ഗേൾ ആണ് എൻ്റെ ഇഷുമോള്. നമ്മൾ എവിടെയാ പോന്നേ? നമ്മൾ എവിടെ പോന്നെ ഇഷു? ഇഷു ബ്രേവ് ഗേൾ ആട്ടോ. ഇഷു ഫസ്റ്റ് ഫ്ലോറിലല്ലേ? ഇഷു ഐ യു എക്സൈറ്റഡ്? ഇനി നമുക്കിത് മാറ്റാം കേട്ടോ ഇഷു. എത്തി നമ്മള്. ഇസമോൾ ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു മൊമെൻ്റാണ് കേട്ടോ ഇത്. കാത് കുത്തുന്നതും കമ്മലിടുന്നതും ഒക്കെ. അതേത് കമ്മലായിരിക്കണം? സിംഗിൾ സ്റ്റോൺ. അത് ഓൾറെഡി ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല കേട്ടോ. നമ്മള് ഷൂ ഇവിടെ ഷൂസ് നമ്മള് കാത് കുത്താൻ പോവാം. നമ്മള് ജാക്കറ്റൊക്കെ കൊണ്ടുപോകും. ഇവിടെ ഷൂസ് താഴെ പോയി കാണും. ഒരു ന്യൂ പ്ലേസിലെ ഇസ കുറച്ച് നേരം ഇറങ്ങി നടന്ന് എൻജോയ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് സെറ്റ് ആകുമല്ലോ എന്ന് കരുതി ഇറക്കി വിട്ടതാട്ടോ. എൻ്റെ മനസ്സിലെ പ്രതീക്ഷ ഇവിടെ ഫുള്ള് കളിച്ച് നല്ല ആള് എൻജോയ് ഒക്കെ ആയി ഇരിക്കുമ്പോഴത്തേന് കാത് കുത്താൻ ഭയങ്കര സീനൊന്നും ഉണ്ടാവില്ല, കൂളായിട്ട് ഇരുന്ന് തരുമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ആ പ്രതീക്ഷകളൊക്കെ വെറുതെ ആയിരുന്നു. ലൈറ്റ് റോസ് ക്രിസ്റ്റൽ. ഈ ലൈറ്റ് റോസ് ക്രിസ്റ്റലാണ് നമ്മുടെ ഇതിന് കാതിൽ ചെയ്തിട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടോ? നോക്ക്, ഇഷ്ടപ്പെട്ടോ? നമ്മളിതാ കൺസേൺ ഫോമൊക്കെ, ഡിക്ലറേഷൻ കൺസേൺ ഫോമൊക്കെ നമ്മൾ സെൻഡ് ചെയ്യണം ഇയർ പീസ് ചെയ്യുന്നതിന് മുന്നേ. ഞാനിതാ അതൊക്കെ വായിച്ച്. ഓക്കെ. ഇവിടെ ഉണ്ട്, വീടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ കോവിഡ് എന്താണ് ഗണ്ണ് വെച്ചിട്ടാ. ഇഷു ദാ അവിടെ കൺസേൺ ഫോമൊക്കെ സൈൻ ആക്കുമോ ഐഷുവിന്? സാധി കമ്മല് വരുമ്പോ okay. Pain or swelling, redness occurs if any time. Seek medical advice before removing the earpiece instead. Okay. Because we'll mark something. No, don't worry. Because okay. No, nothing. ഒന്നുമില്ല. എടാ കാപ്പ ഇങ്ങനത്തെ. എടാ സ്ട്രെസ് ആക്കരുത്. ഫോണ് മറ്റേ ഫോണ്
അതിപ്പം കാട്ടും. ഇത് കഴിഞ്ഞ് നടന്നതൊന്നും ശരിക്കും എനിക്ക് ഓർമ്മയില്ല. കാരണം ഇസു നല്ല പാനിക്കായി, നല്ല കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നല്ല ടെൻസ്ഡായി. ഐ നെവർ എക്സ്പെക്ടഡ് ദിസ് വൺ ആൻഡ് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ആക്ച്വലി. കാരണം നമ്മൾ വീഡിയോയിലൊക്കെ കുട്ടികൾ കൂളായിട്ട് കാതൊക്കെ കുത്തി അങ്ങനെയുള്ളതല്ലേ കണ്ടിട്ടുള്ളൂ. സോ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രത്തോളം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഇസുമോൾ അവരെ ഒന്ന് ടച്ചാക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാതിൽ. അത് കഴിഞ്ഞ് നടന്നതൊന്നും ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നാളെ വീണ്ടും വരാം. ഇസ് നല്ല കരച്ചിൽ. എന്തിനാ നീ കരിയുന്നേ? നമുക്ക് നാളെ വരാം. ഓക്കെ, അവർ പറഞ്ഞ് പോയി നാളെ ഇസുവിനെ പ്രിപ്പയർഡ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ അറ്റംപ്റ്റ് നമ്പർ 1 ഫെയിലായിരിക്കുകയാണ്. ഇസു നല്ല കരച്ചിലും കുറച്ച് പാനിക് ആയതുകൊണ്ട് അവർ പറഞ്ഞ് നമുക്ക് നാളെ ചെയ്യാം. എനിവേ അവർ ക്ലോസിങ് ടൈമായി, അപ്പോൾ നമുക്ക് നാളെ നോക്കാം. അങ്ങനെ വീട്ടിൽ വന്നു. ഇന്ന് ആച്ചൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഡെക്കോർ ചെയ്ത് പകുതി ബലൂൺസ് ഇസു ഇളക്കി കേട്ടോ. ആജുവിന് ഫുള്ള് പനിയാണ് കേട്ടോ. ബെഡിലായിരുന്നു അവള് 2-3 ദിവസമായിട്ട്. ഒരു വേഴ്സ്റ്റ് ഫ്ലൂ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. അത് 1 by 1 ആയിട്ട് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുക. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Isu, clap, clap. Happy birthday. Happy birthday to you. Happy birthday, Kunya. Happy birthday, Ummi. Many more happy returns of the day. അങ്ങനെ ആച്ചുവിന് 1 വയസ്സും കൂടെ കൂടിയിരിക്കുന്നു. ഇറ്റ്സ് ഹെർ സെക്കൻഡ് ബർത്ത്ഡേ ആഫ്റ്റർ ബിക്കമിങ് മോം. ഇപ്രാവശ്യം ആജുവിന്റെ ബർത്ത്ഡേക്ക് ഫുൾ അവളുടെ വിഷ് ലിസ്റ്റിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ കിട്ടിയത്. അവള് ഭയങ്കര ഹാപ്പി. പാരിസ് വാങ്ങിയത്, ഞങ്ങൾ വാങ്ങിയത് എല്ലാം അവളുടെ വിഷ് ലിസ്റ്റിലുള്ളത്. ഞങ്ങളുടെ ഗിഫ്റ്റ് അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞങ്ങളൊരു ട്രഷർ ഹണ്ട് വെച്ചിട്ടാണ് കേട്ടോ അവളുടെ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത്. ഫീവർ കൺസിഡർ ചെയ്ത് ഒരു ഷോർട്ട് വേയിലുമാണ് അത് അറേഞ്ച് ചെയ്തത്. ഇതാണോ ഗിഫ്റ്റ്? ഗിഫ്റ്റ് കാർഡാണോ? ഉറക്കം ചുണ്ട്. Warm to your morning and ഞാൻ വായിക്കുന്നതാണ്. morning and come on your duty. Come on, no. Black open മനുഷ്യന് വയ്യാതെ. I am black. Open me up for. ട്രഷർ ഹണ്ട് ക്ലൂ എല്ലാം ഞാൻ വീടിനകത്ത് തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. വിന്റർ ആയിട്ട് പുറത്ത് നല്ല തണുപ്പാണല്ലോ, പിന്നെ ഫീവറും അല്ലേ. വലിയ ലെറ്റർ മറ്റില്ല, അതായിരിക്കും മറ്റേ എന്തായിരുന്നു ലേസറാ? മിനിക്കാം. ഏത് മിനിക്കാം? ക്യാമറ. ആ, അത് മറ്റേ ഇല്ല, ഇൻസ്റ്റ. അതല്ല, വേറെന്താ മുമ്പ് പറഞ്ഞായിട്ടല്ലോ ഓർമ്മ ഉണ്ടോ? പൊട്ടി പൊട്ടി. യെസ്, എന്തുവാണ് ക്യാമറ? ഇൻസ്റ്റന്റ് ക്യാമറ. നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ വരാതിരുന്നല്ലോ. ഇതന്നല്ലേ മിനി ക്യാം എന്ന് പറഞ്ഞേ? എനിക്ക് ഫുള്ള് കുഞ്ഞിയുടെ ബർത്ത്ഡേ സൂപ്പർ ബർത്ത്ഡേ. സൂപ്പർ അടി സൂപ്പർ. നമ്മൾ തകർത്ത്. ഹലോ, ഇന്ന്
അറ്റംപ്റ്റ് നമ്പർ 2 ആണ്. ഇന്നലെ നമ്മൾ കാതുകുത്താൻ പോയിട്ട് അത് ടോട്ടലി ഫെയിൽഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ പോകാനായിട്ട് റെഡി ആവുക. ആക്ച്വലി ഞാൻ ഇന്നലത്തെ കാലം കുറച്ചുകൂടെ നെർവസാണ്. കാരണം ഇന്നലെ അവൾ പാനിക്കായി. നമുക്ക് മനസ്സിലായി എന്തോ ചെയ്യാൻ പോവുകയാണെന്ന്. അവിടുത്തെ അവർ നമുക്ക് സ്റ്റഡൊക്കെ കാണിച്ചു തരുന്നു. പിന്നെ നമ്മുടെ മറ്റേ സാനിറ്റൈസ് ചെയ്യുന്ന, നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു റബ്ബ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതെടുത്തിട്ട് ജസ്റ്റ് അവളുടെ ഇയറിലെ അവരൊന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്തപ്പോൾ തന്നെ അവൾ സമ്മതിക്കുന്നില്ല. അവൾ ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അവളിങ്ങനെ ഒപ്പോസ് ചെയ്യുകയാണ്, ഇങ്ങനെ കൈ വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പം അവൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൾക്ക് മരുന്ന് കൊടുക്കാൻ, ഇവന് കാൽപോൾ കൊടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. സോ ഇന്ന് എനിക്ക് ആക്ച്വലി ഇന്നലത്തെ കാലം കുറച്ചും കൂടെ നെർവസാണ്. നെർവസും ടെൻഷനില്ല. കാരണം ഇന്നലെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് കാത് കുത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്താ കാത് ലോകത്ത് കുത്താത്തയാണോ എന്ന്. കാരണം ഇങ്ങനെ ഡൗട്ട് ഇട്ടിട്ട് പിന്നെ അവർ ഗൺ ഷൂട്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് കാത് കുത്തപ്പോൾ ഞാൻ ഇനി കറക്റ്റ് പ്ലേസിലായിരിക്കും അവർ ചെയ്യുന്നത്. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലൈസൻസൊക്കെ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഞാൻ സർട്ടിഫൈഡ് ആണ്, ഞാൻ ലൈസൻസ് ഹോൾഡറാണ്, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് മാം. അപ്പോൾ അവർ പറഞ്ഞു എനിവേ നമുക്ക് നോക്കാം. ഞാനങ്ങനെ റെഡി ആവാൻ പോവുക. ഇന്ന് കുറച്ച് യൂസുവിനെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്ത് അവളെ ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താം. പക്ഷേ അവളുടെ ഒബ്സർവേഷൻ മാറ്റാൻ കുറച്ച് പാടാണ്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇന്നെങ്കിലും കാത് കുത്താൻ പറ്റണം ആക്ച്വലി. ഇനി ഈശ്വരൻ പെട്ടെന്ന് റെഡിയായി നമുക്ക് ഇറങ്ങാം. ഇന്ന് ഗുഡ് ഗേൾ ആട്ടോ ഐസു. ഇന്ന് ഗുഡ് ഗേൾ ഐസു. ഇന്ന് നമ്മൾ കാലത്തെ കുത്തി നല്ല സൂപ്പർ കമ്മലൊക്കെ ഇട്ടാ വരുന്നേ. ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങി. നല്ല വെതർ കേട്ടോ, സണ്ണിയാ. നല്ല രസമല്ലേ ഇന്ന്? കുറേ നാളിന് ശേഷം അല്ലേ. ഇസുവിന് പാലൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കാൻ നോക്കുന്നുണ്ട്. ഇസുദാ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുത്താൻ കുറച്ച് ഈസി ആയിരിക്കും. പക്ഷേ ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. പാലൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ റോംഫോർഡ് സ്ട്രാറ്റ്ഫോർഡ് റോഡാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്ഥിരം ഞങ്ങൾ സ്ട്രാറ്റ്ഫോർഡേക്ക് പോകുന്നത് ഇങ്ങനെ നടന്നിട്ടാ. സൺഡേയുള്ള ദിവസം പിന്നെ പറയണ്ട, ഭയങ്കര രസമായിരിക്കും. ഇനി സ്പ്രിംഗ് ആകുമ്പോൾ ഈ മരങ്ങൾ നിങ്ങൾ കണ്ടോ? ഇത് ഇപ്പോൾ ഒരു ഇലയും പൂവൊന്നുമില്ല. ഇനി ഇതിൽ ഫസ്റ്റ് ഫുള്ള് ഫ്ലവേഴ്സ് വരും, അത് കഴിഞ്ഞിട്ട് ലീവ്സ് വരും. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം നേരത്തെ സ്പ്രിംഗ് ആവാൻ ചാൻസ് ഉണ്ടല്ലേ, ഫെബ്രുവരിയിലൊക്കെ. എനിക്കൊന്നാ ഇതിപ്പോൾ ഫെബ്രുവരിയല്ലോ, ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു പൂക്കളൊക്കെ നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ. നാട്ടിലുള്ളവർക്ക് ഇത് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോയിലെ സണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, നമ്മളിവിടെയുള്ള മിക്ക ദിവസം വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൗഡി ആയിരിക്കും. ക്ലൗഡി ഒരു ഗൂമി ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ സണ്ണി ആകുമ്പോൾ ഇങ്ങനെ എസ്പെഷ്യലി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇറങ്ങാനുള്ള ഒരു ഫീല് വേറെ. പിന്നെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. സണ്ണി ഡേയിൽ ആൾക്കാർ പുറത്ത് സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. കുട്ടികളൊക്കെ കൊണ്ട് പാർക്കിൽ പോവുക അല്ലേ. അതുകൊണ്ടാണ് അതെ കുറച്ച് സണ്ണിയേ കിട്ടുള്ളൂ. ഡേയും വിൻ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ഭയങ്കര കുറവാണ്. സൺറൈസ് തന്നെ മോർണിംഗ് ഒരു 7:30, സൺസെറ്റ് ഒരു 3:30 ഒക്കെ ആകുമ്പോൾ അതിന് മുന്നേ നടക്കും. പിന്നെ ഈ വിൻ്റർ ടൈമിലാണ് വൈറ്റമിൻ ഡിയുടെയും ബാക്കിയുള്ള മൾട്ടി വൈറ്റമിൻസിൻ്റെയൊക്കെ ഇൻടേക്ക് കൂടുതലായിട്ട് ആൾക്കാർ ഇവരെടുക്കുന്നത് മെയിൻലി വിൻ്ററിലാണ്. അതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മൾ വീട് നോക്കി എടുത്തപ്പോൾ ഫസ്റ്റ് ഒരുപാട് വിൻഡോസൊക്കെ ഉള്ളത് നോക്കിയിട്ടൊക്കെ തന്നെയാണ് എടുത്തത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്. എന്നാലും സൺറൈസ് ചെയ്യുന്നത് അവിടെ, സൺസെറ്റ് ചെയ്യുന്നത് ബാക്കിലുമാണ്. അപ്പം നമുക്ക് ഈ ഇതുണ്ടല്ലോ, വെളിച്ചം ഉണ്ടല്ലോ, പെട്ടെന്ന് വീട്ടിലേക്ക് കിട്ടുന്നത്, കിച്ചണിലായാലും ബാക്കി റൂംസിലേക്ക് കിട്ടുന്നതും ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ആക്ച്വലി ഹൗസ് ഹണ്ടിങ്ങിലാണ്, വീട് മൂവ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് പ്രിഫറൻസ് വെച്ചിട്ടാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ വീടിനടുത്തായിട്ടോ. അവിടെ ഒരു ഫയർ സ്റ്റേഷനുണ്ട്. ഫയർ സ്റ്റേഷൻ പാസ് ചെയ്ത് വരുമ്പോൾ ഇത് UL സ്ട്രാറ്റ്ഫോർഡ് ക്യാമ്പസ്. ഈ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരങ്ങൾ കണ്ടോ നിങ്ങൾ? ഇത് ആക്ച്വലി ചെറി ബ്ലോസം ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഉണങ്ങിയ ചുള്ളിക്കമ്പ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കണ്ടോ ഈ നിൽക്കുന്നത്? ഞാൻ പിന്നെ നമ്മുടെ സമ്മറിൽ ഇതുവഴി വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ആക്ച്വലി ഇതെല്ലാം ചെറി ബ്ലോസം ആണ്. ഇത് പൂക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിങ്കും വൈറ്റും ആയിട്ടുള്ള
ഫ്ലവേഴ്സാണ് ഇതിനകത്ത് നിറച്ച് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് വെയിറ്റിംഗുമാണ് സ്പ്രിങ് വരാൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ മെയിൻലി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന സ്ഥലം എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. കൺവീനിയൻ്റ് എന്ന് പറയാൻ ഇവിടെ ഞങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട്, അതുപോലെ സ്കൂൾസൊക്കെ ഇവിടെ നിയർ ബൈ സ്കൂൾസ് ഉണ്ട്. ഞങ്ങളുടെ നമ്മുടെ ജീപ്പ് ഇതാ, ജീപ്പ് മീൻസ് നമ്മുടെ അത് ഞാൻ പറഞ്ഞുതരാം എന്താ കേട്ടോ. നമ്മുടെ ജീപ്പ് ഇതാ അവിടെ ആയിട്ട് വരും. ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഈ പ്ലേസ്. ജീപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ക്ലിനിക്സും ഹോസ്പിറ്റലൊക്കെ എവിടെ വേണോ പോകാമല്ലോ. പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കൗൺസിലുണ്ടാകും. അപ്പോൾ നമ്മൾ ആ കൗൺസിലിൻ്റെ അണ്ടറിലായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോഴും ആ കൗൺസിലിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ കൺസേൺ ആയിട്ടുള്ള ലൊക്കാലിറ്റിയിൽ നമ്മൾ ലോക്കൽ ക്ലിനിക്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും. അതിനാണ് GP പ്രാക്ടീസ് എന്നാണ് നമ്മൾ ക്ലിനിക്സിന് ഇവിടെ പറയുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളും അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസും മെഡിസിനും ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ GP ആയിട്ടാണ് കോൺടാക്ട് ചെയ്യുക. നമ്മൾ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ അവിടെയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ. NHSൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ GP എന്ന് പറയുന്നത്. ജനറൽ പ്രാക്ടീസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കതെല്ലാം ഇവിടെ അടുത്താണ്. അത് ഭയങ്കര കൺവീനിയൻ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് അല്ല, എന്തായാലും നമ്മൾ വീട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടത്തില്ല. നമ്മൾ അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. Dear Ishu, say hi. Ishu, say hi. Happy, 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 happy. ഇന്നും സെയിം തന്നെ കരച്ചിലും ബഹളം. എന്താ ഒരു കാതിൽ ഇത് കുത്തിയ കാതാണോ? അല്ലല്ലോ. അതാ ഒരു കാതിൽ നമ്മൾ കുത്തി, അടുത്ത കാതിൽ കുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. നാളെ വരാൻ അവർ പറഞ്ഞത്. കാരണം കരഞ്ഞ് പൊടിച്ചല്ലേ, ഫുള്ള് കരഞ്ഞ് പൊടിച്ച് അവൾ ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. ഇസു അങ്ങോട്ട് നോക്കി, ഇസു ദാദായി നോക്ക്. മറ്റേ കാത് കാണിച്ചു കൊടുത്തേ. എവിടെ മറ്റേ കാത്? മാർക്കൊക്കെ ഇട്ടു. 2 പ്രാവശ്യം ട്രൈ ചെയ്തു ആ കാതിൽ. പക്ഷേ അത് ഷൂട്ട് ചെയ്തത് ഫുള്ള് കറക്റ്റ് അങ്ങോട്ട് കയറിയില്ല. പിന്നെ അവൾ നല്ല കരച്ചിലായിരുന്നുകൊണ്ട് അവർ പറഞ്ഞു നാളെ നമുക്ക് മറ്റേ കാതിൽ നോക്കാം, അവൾ ഒരുപാട് കരയിക്കേണ്ട. അവർക്ക് ഭയങ്കര സങ്കടമായി. അവൾ ഭയങ്കരമായിട്ട് കരയുന്നു. ഇത് കുത്തുന്നതിന് മുന്നേ കരഞ്ഞു തുടങ്ങിയത് ആക്ച്വലി. അപ്പം ആളെ ഞാൻ പുറത്തിറങ്ങി ജാക്കറ്റൊന്നും ഇടാതെ തന്നെ അതാ സമാധാനിപ്പിക്കുക. നമ്മളിന്ന് വേറെ ഷോപ്പിലായിട്ടാണ് വന്നത്. ഇന്നലെ പോയ സ്ഥലത്ത് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കുഴപ്പമില്ല, പക്ഷേ എന്തോ അത്രയൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. കുറച്ചൊരു പ്രൊഫഷണൽ അത് കുറച്ചൊന്ന് കുറവ്. അതിനേക്കാളും മോർ ദാൻ അവിടെയുള്ള നമ്മുടെ ഫാൻസി പോലെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പായിട്ടാണ് ഞങ്ങൾക്കത് തോന്നിയത്. അവിടെ അവർക്ക് ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഹോൾഡേഴ്സാണ് ഇവർ. അപ്പം ഞങ്ങൾ ഇന്ന് വേറെ ഷോപ്പിലാണ് വന്നത്. അപ്പോൾ ഇനി അടുത്ത കാത് നാളെ കുത്താണ്. ഇപ്പോൾ 3 ദിവസമായി, 2 ദിവസമായല്ലേ? ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇനി അറ്റംപ്റ്റ് നമ്പർ 3 നാളെ. കള്ളി പെണ്ണതാ ഇവിടെ ഇരിക്കുന്നുണ്ടോ കരഞ്ഞിട്ട്? കള്ളി ഞമ്മി വലുതാകുമ്പോൾ പറയും കേട്ടോ. നീ വലുതാകുമ്പോൾ ഈ വീഡിയോ നിനക്ക് കാണിച്ചു തരും. ഡ്യൂട്ടി ചെയ്യാറായില്ലേ? എടാ കഴിയൂല്ലോ ഇപ്പം? ഞങ്ങളിതാ ഇന്നലത്തെ ബാക്കി കാത് കുത്തണ്ടേ. ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. പെട്ടെന്ന് റെഡിയായി വിസുവിനെ റെഡിയാക്കി അടുത്ത കാത് കുത്താൻ കൊണ്ടുപോകണം. തേർഡ് അറ്റംപ്റ്റ്. ഒരു ഒറ്റക്കാതിൽ കമ്മലുമായിട്ട് ആ ശരി നടക്കുക. ഷാനു അപ്പോൾ എന്താ ഗെറ്റ് റെഡി ഫോർ പാർട്ട് 3 ആണ് കാത് കുത്തൻ്റെ നെക്സ്റ്റ് അറ്റംപ്റ്റ്. ഞങ്ങൾ റെഡി ആവട്ടെ പെട്ടെന്ന്. സമയം എന്താ 5:30 ആവാറായി. 7 o'clock വരെ ഉള്ളൂ. അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നത്. സോ 5:30 to 7 അല്ല 6:30 ഞങ്ങൾ അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. സോ എനിവേ 1 hour പിടിക്കും. കരച്ചിലും ബഹളവും എല്ലാം കൂടെ ഒരു 40 minutes. പിന്നെ കാത് കുത്തൽ ഒറ്റ കാതാണല്ലോ ഇനിയുള്ളത്. എനിവേ പെട്ടെന്ന് റെഡി ആവട്ടെ. ഞങ്ങളിതാ ഓൾ സെറ്റ് ടു ഗോ. ഈശോ ഇന്ന് നമ്മൾ കാത് കുത്തിയിട്ടേ തിരിച്ചു വരുള്ളൂ അല്ലേ ഈശോ? ഈശോ ഒന്ന് ഗുഡ് ഗേളാ, സ്മാർട്ട് ഗേളാ. നമ്മളിന്ന് കാത് കുത്തുമല്ലോ മറ്റേ കാതിലല്ലേ ചിച്ചു? അല്ലേ? ഗുഡ് ഗേൾ. അതെ, ഞങ്ങളിതാ ലാസ്റ്റ് കിട്ടുന്ന ഷോപ്പ് അടയ്ക്കുന്നതിന് ഞാൻ പറഞ്ഞു ഇത് കൂടെ സെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒറ്റക്കാത് കമ്മലിട്ട് അവള് നടന്നാൽ മതി എന്നാ പറഞ്ഞത്. ഇസു അല്ലെങ്കിൽ നീ ഇനി ഒറ്റക്കാതിൽ കമ്മലിട്ടുള്ളൂ എന്ന് അത് പറഞ്ഞ കേട്ടോ. ഇന്ന് അടുത്ത കാതിൽ നമ്മള് ബ്രേവ് ഗേൾ ഇസു. നമ്മൾ അടുത്ത കാതിൽ നിന്ന് കാട് കുത്തുവിടേ ഞങ്ങളങ്ങനെ കാറ് മോറിസൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇനി 1 hour ഉള്ളൂ. ഓൾമോസ്റ്റ് 5:55 ആയി.
ഞങ്ങളങ്ങനെ ഓടുക കേട്ടോ ഷോപ്പിലേക്ക്. ഇസുതാ അവിടെ ഓൾറെഡി ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഇസുവിനെ ഇവിടെ ഇറക്കി നടത്തുക കേട്ടോ. ഇസു കുറച്ചൊന്ന് എൻജോയ് ചെയ്യട്ടെ വിചാരിച്ചിട്ട്. എന്തായി ഇസു ഇവിടെ നടക്കുക. ഇസു ഇസു തേർഡ് അറ്റംപ്റ്റും ഫെയിലായിരിക്കുകയാണ്. ഇന്നും അതുപോലെ അടിച്ച് പക്ഷെ മേളിലായിപ്പോയി. ഇസു ഭയങ്കര കരച്ചില്. അങ്ങനെ അവർ എത്ര കരച്ചിലുള്ള കുട്ടികൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ. അല്ലേ ഷാനു, ബാക്കി ഈ പറ. അവർ പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഒരു ഓൾറെഡി ഒക്കെ ഇവിടെ സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതൊരു 10 days അല്ലെങ്കിൽ 2 weeks ഹീലിംഗ് ബാമൊക്കെ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഇട്ട് പുറത്തതിന് ശേഷം നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. അവൾ ഇത്രയും കരഞ്ഞുകൊണ്ട് ഹേർട്ട് ചെയ്യേണ്ടതാ. കണ്ടോ മാഷാട്ടി. അങ്ങനെ തേർഡ് അറ്റംപ്റ്റ് ഫെയിലായി. ഞങ്ങൾ ഇതാ വീട്ടിൽ വന്നു. ഇസു ഭയങ്കര കരച്ചിലായിരുന്നു. അവർ ആക്ച്വലി ഇസുവിൻ്റെ കരച്ചിൽ കേട്ടപ്പം ഭയങ്കര ടെൻസ്ഡായി. അവർ പറഞ്ഞു 2 weeks കഴിഞ്ഞ് വരാം, നമുക്ക് ഇനി ഒരു 10 days ഗ്യാപ്പ് കൊടുത്താൽ. അവർക്ക് നല്ല ഓർമ്മയുണ്ട് ഇന്നലെ ചെന്ന അതേ സ്ഥലം, കുത്തുന്ന ലേഡീനെയൊക്കെ അവർക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ആ സീറ്റിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവൾ കരച്ചിൽ തുടങ്ങി. അതാണ്. അല്ലാതെ അത് ഷോട്ട് ചെയ്യുന്നതിന് അങ്ങനെ പെയിനൊന്നുമില്ല. കാരണം അവർ ട്രൈ ചെയ്തു ഷോട്ട് ട്രൈ ചെയ്ത് അത് കറക്റ്റ് സക്സസ് ആയില്ല. പക്ഷേ ഷോട്ട് ചെയ്തത് ആക്ച്വലി അവൾക്ക് കൊണ്ട്. എന്നാലും അവൾ അത്ര അത് ആ ടൈമിൽ ആ കരച്ചിലിൻ്റെ ഫ്രീക്വൻസി കൂടിയൊന്നുമില്ല. സോ അവളെന്തായാലും പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇസുവിന് എന്തായാലും കാത് കുത്തുന്നില്ല, ഒറ്റ കാതിൽ അവൾ കമ്മലിട്ട് നടക്കട്ടെ. അല്ലെങ്കിൽ നോക്കാം, നമുക്ക് മേ ബി നമ്മളൊരു 2-3 weeks അല്ലെങ്കിൽ 1 month കഴിഞ്ഞ് ഒരു ട്രൈ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ മേ ബി ഇപ്പം ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇനി അവൾക്ക് കാത് കുത്തണ്ട, അവൾ വലുതാകുമ്പോൾ തനിയെ കുത്തിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇനി നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കാത് കുത്തൽ എന്താ പറയുക, എന്തായാലും അതെ കാത് കുത്തൽ. സോ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.